ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അത്യാവശ്യം നല്ലൊരു വെയിറ്റുള്ളൊരു കൊറിയറാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. കൊറിയർ വരും എന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും ഇതിന് ഇത്രയും വെയിറ്റ് ഉണ്ടായിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച സാധനമൊന്നുമല്ല കേട്ടോ, ഇത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നതാണ്. ഇത് ആർക്കുള്ളതാണെന്നും എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം. പ്രൊഡക്റ്റ് എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഡാമേജും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടില്ലേ എന്നൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്താണ് ഈ പ്രൊഡക്റ്റ് എന്നുള്ളത്. ആ ബോക്സുമ്പോൾ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ക്യാബിനറ്റാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അതിൻ്റെ കളർ ഇതാ അവരവിടെ സൈഡിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ കളറാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രൊഡക്റ്റ് നെയിമും കളറും കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരതിൻ്റെ സൈസ് എന്താണെന്നുള്ളതും അതിൽ കൊടുത്തിട്ടുണ്ട്. ബോക്സ് തുറന്നപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ ഏറ്റവും മുകളിലിരിക്കുന്ന സാധനങ്ങളാണ് ഞാൻ ഇപ്പം ഈ പുറത്തേക്ക് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹാമറൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്തിനാണെന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. ഈ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിലെ ബാക്കി ഐറ്റംസ് കൂടെ ഒന്ന് പുറത്തെടുക്കാം. ഈ പ്രൊഡക്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ടെൻഷനുണ്ട്. അവർ പറഞ്ഞ ആ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടായിരിക്കുമെന്ന് എനിക്കൊരു ടെൻഷനുണ്ട്. ചെറുതൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് ആ ബോക്സിൻ്റെ അകത്തുണ്ടായിരുന്ന സാധനങ്ങൾ. ഇനി നമുക്കിതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതാ നമ്മൾ ഡോറ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഈ പറയുന്നത് നമ്മുടെ ഓരോ സൈഡുകളും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഒരു ഹാമർ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ആയിരിക്കും. പിന്നെ ഇതാ ഇരുമ്പിൻ്റെ ഇതുപോലെ ഒരു ഐറ്റം ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നത് നമുക്ക് ഹാങ്കറൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സുകളൊക്കെ തൂക്കിയിടണമല്ലോ, അതിന് വേണ്ടി വെക്കുന്നൊരു സാധനമാണ്. പിന്നെ ഇതാ ഇതുപോലെ ഗ്രീൻ കളറിലുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ഇത് നമുക്ക് ലെഫ്റ്റും റൈറ്റും ബോട്ടും ബാക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നേക്കുന്നത്. ഡോറിൻ്റെ പോർഷൻ വരുന്നത് വേറെയാണ്. അത് രണ്ടും ഞാൻ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം. നമുക്ക് ഫോട്ടോയിൽ കണ്ട അറിവുള്ളൂ. പക്ഷെ നോക്കുമ്പോൾ കുഴപ്പമില്ല. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വെയിറ്റൊക്കെ താങ്ങാൻ പറ്റുന്ന ടൈപ്പ് ഒരു സംഭവമാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഇതിൻ്റെ ഡോർ എങ്ങനെയായിരിക്കുന്നതാണ്. നമുക്ക് ഡോറിൻ്റെ പോർഷൻ നോക്കാം. കളറൊക്കെ സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് ഡോർ വന്നിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ നോക്കി വന്നപ്പോഴാണ് ഇതിൻ്റെ താഴെ നമുക്ക് 2 പേപ്പേഴ്സ് അവർ വെച്ചിട്ടുണ്ട്. നമുക്ക് അതെന്താണെന്ന് കൂടെ ഒന്ന് നോക്കാം. നേരത്തെ ഞാൻ അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ പേപ്പർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ കുറേ ഇമേജസാണ്. നമുക്കിങ്ങനെ അതിൽ നിന്നിങ്ങനെ പൊളിച്ച് നമുക്കിത് ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഇമേജസാണ്. നമ്മളിതിൻ്റെ പിക്ചറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഡോറിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് വരുന്നത്. പിന്നെ വരുന്ന പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇത് ജോയിൻ ചെയ്യിക്കണം, അതുപോലെ ഓരോ പാർട്ടിൻ്റെയും ക്വാണ്ടിറ്റി എത്രയാണ് അവർ വെച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിത് നോക്കിയപ്പോൾ മനസ്സിലായത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും ഒരു 2-3 എണ്ണം അവരതിൽ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബോക്സിൻ്റെ അകത്തുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി ജോയിൻ ചെയ്യിക്കണം. അതിനു മുമ്പ് ഞാനിത് വാങ്ങിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് കാണണ്ടേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഈ ബോക്സിൽ ഒന്നും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ നമുക്ക് ഈ ബോക്സൊക്കെ ഒന്ന് കിട്ടിയ പോലെ തന്നെ പാക്ക് ചെയ്തിട്ട് നമുക്ക് അയാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാം. ഈ ആൾക്കാണ് നമ്മളിത് വാങ്ങിച്ചത് കേട്ടോ. ദച്ചുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ദച്ചുവിൻ്റെ സാധനങ്ങളും ബുക്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വയ്ക്കാൻ പറ്റുന്ന ഒരു കബോർഡായിരിക്കും ഇത്. ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതെങ്ങനെയായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് കണക്ട് ചെയ്തിട്ട് കൊണ്ടുവരരുത്, ഞാനിവിടെ വന്നിട്ട് തന്നെ കണക്ട് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവൻ ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നും എന്തൊക്കെയാണെന്നൊക്കെ നോക്കി പഠിക്കുന്നുണ്ട്. ഒരുപാട് റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഒരു 2500 രൂപയൊക്കെ ഉള്ളൂ ഈ ഒരു കബോർഡിന്. ഇതിൻ്റെ ഓരോ കബോർഡിൻ്റെ എണ്ണം കുറയും തോറും റേറ്റ് അതിനനുസരിച്ചുള്ള വ്യത്യാസം വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൂടിയ റേറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ജോയിൻ ചെയ്യിക്കാം. കുറച്ചൊക്കെ ആൾ ട്രൈ ചെയ്തു, ആൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഹെൽപ്പിനായിട്ട് ചേട്ടനും അനിയനും അച്ഛനൊക്കെ കൂടിയിരുന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്തത് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആരും ഇത് മുമ്പ് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അത് ചെയ്യുമ്പോൾ. പിന്നെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒറ്റ ക്യാബിൻ റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ തന്നെ ചെയ്തു പോകാമല്ലോ. കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റുള്ളതല്ലെങ്കിലും അവരുടെ ബുക്സും അവരുടെ കുറച്ച് ഡ്രസ്സുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഇതിൽ 8 ക്യാബിൻ വരുന്നതാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 6ൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ 8ൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അവരവിടെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദച്ചുവാണെങ്കിൽ അതിൻ്റെ അടുത്ത് മാറുന്നേ ഇല്ല. അവനിത് എങ്ങനെയായിരിക്കും ഇത് വരിക എന്നുള്ളത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് അവ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ആൾ മുമ്പേ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ ഇതിൽ വയ്ക്കാനുള്ളതൊക്കെ മുമ്പേ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഡോർ വരുന്നത്. നമുക്കിങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യാം. പിന്നെ ആ ഡോറിൻ്റെ ലോക്ക് നമ്മൾ ചെയ്തിട്ടില്ല, അത് നമുക്ക് അവസാനം ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏറെക്കുറെ നമ്മൾ 4 ക്യാബിൻസ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇനിയും 4 ക്യാബിനും കൂടി ഉണ്ട്. അതിലൊരു ക്യാബിൻ നമ്മൾ വലുതായിട്ടാണ് ചെയ്യുന്നത്. കാരണം ഡ്രസ്സ് വെക്കാൻ വേണ്ടിയിട്ട്, ഡ്രസ്സ് തൂക്കിയിടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ക്യാബിൻ നമ്മൾ വലുതാക്കി ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ ചെറിയ ചെറിയ ക്യാബിൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവരത് ചെയ്യട്ടെ. നമുക്കതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ഈ വെക്കാൻ പോകുന്നതാണ് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡോറിന് വരുന്ന ഒരു ലോക്ക് പോലത്തെ ഒരു ചെറിയൊരു സംഭവം. നമ്മൾ ഡോറിങ്ങനെ തുറക്കുമ്പോൾ ജസ്റ്റ് ഒരു പിടുത്തം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ്. ഡോറൊന്ന് ലോക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഒരു ഐറ്റം. അത് നമ്മൾ ഏറ്റവും അവസാനമാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഡോറും കൂടി 2 ഡോറും കൂടിയാണ് വയ്ക്കാനുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ മൊത്തം കബോർഡും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ചെറിയ ഗ്യാപ്സ് ഒക്കെ വരുന്ന സ്ഥലത്ത് നമ്മളതൊക്കെ ഒന്ന് ആ ഹാമർ വെച്ചിട്ടൊന്ന് തട്ടി റെഡിയാക്കി കൊടുത്തിട്ട് ഇതാ മൊത്തം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച ആ പിക്ചേഴ്സ് ഉണ്ടല്ലോ, അത് ഇതിൽ നമുക്ക് ഡോറുമോ സൈഡിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ദച്ചു അതാണ് ചെയ്യാൻ പോകുന്നത്. എന്താ ഓരോ പിക്ചേഴ്സായിട്ട് അത് പറിച്ചെടുക്കുന്നുണ്ട്. അതിലതുപോലെ തന്നെ കൊണ്ട് ഒട്ടിക്കുന്നു വേണം. നമുക്ക് ഈ പിക്ചേഴ്സും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഇനി കാണാം. ഈ പിക്ചേഴ്സ് മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ നമുക്ക് ഹൈറ്റ് മെഷർ ചെയ്യുന്ന ഒരു സംഭവം കൂടെ സൈഡിൽ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ നമ്മൾ ജോയിൻ ചെയ്യിക്കലും ഒട്ടിക്കാനുള്ള കാര്യങ്ങൾ ഒട്ടിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള കബോർഡിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത് ഓർഡർ ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നോ അതിൽ സൈസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്, കളറും എല്ലാം അതുപോലെ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിൽ. പിന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് വലിച്ചു വാരി സാധനങ്ങൾ ഇടാതെ ഇതിൻ്റെ ഉള്ളിൽ അടക്കി വെക്കാനൊക്കെ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.